ഹായ് ഓൾ, മല്ലൂസ് ഫ്രം വെയിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ യാത്രയിലാണ്. കാർഡിഫ് എന്ന സ്ഥലത്തോട്ട് ഇഹാൻ കുട്ടന് പാസ്പോർട്ടിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 6:30 ആയിരുന്നു സമയം. അപ്പോൾ ഇവിടെ ഡേ ലൈറ്റ് ഇപ്പോൾ കൂടുതലാണ്, സമ്മർ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 4-4:30 ആകുമ്പോൾ തന്നെ നല്ല വെട്ടമായി തുടങ്ങും. അതുകൊണ്ട് ഞങ്ങൾ ഒരു 2 മണിക്കൂർ ജേർണി ആയത് കാരണം കൊണ്ടും അവിടെ 8:30-ക്കാണ് ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ്. അതുകൊണ്ട് നേരത്തെ ഇറങ്ങി. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഫോഗും ആ ഒരു സൺറൈസിൻ്റെ ആ ഒരു വെട്ടമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഈ വീഡിയോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ബർത്ത് രജിസ്ട്രേഷനും പാസ്പോർട്ടും ഒക്കെ അപ്ലൈ ചെയ്തത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്കുണ്ടായ അനുഭവവും എന്തൊക്കെ പേപ്പേഴ്സാണ് കൊണ്ടുപോകേണ്ടത്, എത്ര മണിക്കൂർ എടുത്ത് എത്ര നേരം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതെന്നൊക്കെയാണ്. ഇത് നേരെ ആ പാസ്പോർട്ട് ഓഫീസിൻ്റെ ഒരു ബാക്ക് സൈഡായിട്ടാണ് ഈ ഒരു പാർക്കിംഗ് വരുന്നത്. സ്ട്രീറ്റിൽ തന്നെയാണ് പാർക്ക് ചെയ്യുന്നത്. പാർക്ക് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഒരു പേയ്മെൻറ്റ് ചെയ്യാനുള്ള മെഷീനുണ്ട്. അപ്പോൾ അവിടെ പോയി നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് അതിൽ ഡിസ്പ്ലേ ചെയ്ത് വെക്കണം. നമ്മുടെ കാറിന് ഡാഷ്ബോർഡിൽ ഡിസ്പ്ലേ ചെയ്ത് വെക്കണമായിരുന്നു. അപ്പം നമ്മൾ കാറ് പാർക്ക് ചെയ്തെത്തുന്ന ഒരു 200 മീറ്റർ നടന്ന് VFS ഓഫീസിൻ്റെ അവിടോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 1/2 മണിക്കൂർ നേരത്തെയാണ് എത്തിയത്. എങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ വന്ന് ഓപ്പൺ ചെയ്തു. നമുക്ക് ഇൻസൈഡ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം അത് അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ അവസാനം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്തതെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവിടുന്ന് നമ്മളൊരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാം റെഡിയാക്കി നമുക്ക് ചെയ്തു തന്നു. എല്ലാം ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഏടനും ഞങ്ങൾക്കും വിശന്നത് കാരണം കഴിക്കാൻ വേണ്ടി സർവീസ് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇതാണ് വീട്ടിലേക്ക് പോകുന്ന ഒരു കാട്ടിലൂടെയുള്ളൊരു ഷോർട്ട് കട്ട് വഴിയാട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഇതൊന്ന് ഷൂട്ട് ചെയ്തത്. ഇനി നമുക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്രോമിൽ കയറിയിട്ട് UK ഇന്ത്യൻ ബർത്ത് രജിസ്ട്രേഷൻ UK എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ലിങ്ക് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു പേജ് വരും. ഈ ഒരു പേജിൽ നമ്മൾ എല്ലാം ഒന്ന് വായിച്ച് നോക്കിയിട്ട് എല്ലാ ഡീറ്റെയിൽസിനും അത് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ പേപ്പറാണ് നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ടത്, എത്ര കോപ്പീസ് വേണം, എത്ര പേയ്മെൻ്റ് ആകും എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം ആദ്യം കാണുന്ന ആ ഫസ്റ്റിൽ വരുന്ന ലിങ്കിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആദ്യം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജ് വരും. ഈ ഒരു പേജിൻ്റെ റൈറ്റ് സൈഡിലുള്ള 3 ബട്ടണുണ്ട്. അതിൽ ഞെക്കിയതിന് വരുമ്പോൾ അവിടെ ഓൺലൈൻ സർവീസസിൽ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജ് വരുന്നത് നമുക്ക് ഇതിനകത്തെ സെക്ഷൻ 4 സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ താഴെ കാണുന്ന രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ഓഫ് എ മൈനർ ചൈൽഡ് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പേജ് വരും. ഈ ഒരു പേജിൽ നമ്മൾ താഴോട്ട് പോകുമ്പോൾ നമ്മൾ ഇനിഷ്യേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. അതിനകത്ത് നമ്മൾ കുഞ്ഞിൻ്റെ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ബർത്ത് പ്ലേസ് നമുക്ക് ഇവിടുന്ന് കിട്ടിയ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ആ ബർത്ത് പ്ലേസ് കാണും. അത് തന്നെ നമ്മളിവിടെ ടൈപ്പ് ചെയ്യാൻ ഓർക്കണം. പിന്നെ ബർത്ത് കൺട്രി അത് ഏതാണെന്ന് വെച്ചാൽ അത് നോക്കുക. ഐഡൻറ്റിറ്റി മാർക്ക് ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം, അവിടെ നൺ എന്ന് കൊടുത്താലും മതി. അതിന് ശേഷം താഴോട്ട് പോകുമ്പോൾ ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്, ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം അതൊക്കെ ചെയ്തതിന് ശേഷം താഴോട്ട് വരുമ്പം ഫാദറിൻ്റെ മദറിൻ്റെ ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫാദറിൻ്റെ സിറ്റിസൺ ചോദിക്കുന്നുണ്ട് ഏതാണെന്ന്. അത് നമ്മൾ ഏതാണെന്ന് വെച്ചാൽ ഇന്ത്യൻ ആണെങ്കിൽ കൊടുക്കുക. അതിന് ശേഷം പേര് ചോദിക്കുന്നുണ്ട്, പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്യുപ്പേഷൻ ചോദിക്കുന്നുണ്ട്. ഓക്യുപ്പേഷൻ ഇപ്പം നമ്മൾ പർട്ടിക്കുലർ ആ ഓക്യുപ്പേഷന് അവിടെ അവർ സ്പെസിഫൈ ചെയ്യുന്നില്ല എങ്കിൽ അത് പ്രൊഫഷൻ കൊടുത്താൽ മതിയാവും. അപ്പം പിന്നെ നാഷണാലിറ്റി ബൈ ബർത്ത് കൊടുക്കുക. പിന്നെ പാസ്പോർട്ട് ഏത് കൺട്രിയിലാണെന്ന് വെച്ചാൽ അത് കൊടുത്തിട്ട് പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സെയിം ആണ് മദറിൻ്റെ ഡീറ്റെയിൽസും ചോദിച്ചേക്കുന്നത്. അങ്ങനെ തന്നെ എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട്.
പേര്, സെയിം ഒക്യുപ്പേഷൻ, സിറ്റിസൺ ഏതാണെന്ന് വെച്ചാൽ അത്, പിന്നെ പാസ്പോർട്ട് ഏത് കൺട്രിയിലെ പാസ്പോർട്ടാണ്, ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ, പിന്നെ പാസ്പോർട്ട് നമ്പർ ഇത്ര അടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മളിനി നെക്സ്റ്റ് വരുന്നത് കുഞ്ഞിൻ്റെ ഫോട്ടോയും മദറിൻ്റെ ഫാദറിൻ്റെ സിഗ്നേച്ചർ, അത് ചെറിയൊരു ഫോട്ടോ എടുത്തിട്ട് വേണം നിങ്ങളത് അപ്ലോഡ് ചെയ്യാൻ. ഈ 2 ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് 50 KB താഴെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിൽ അപ്ലോഡഡ് ആവത്തില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പം നെക്സ്റ്റ് ഇതിൽ ഉള്ള ക്യാപ്ചയും കൂടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ സേവ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് അടിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്തതെല്ലാം സേവ് ആകാതെ പോകും. അപ്പോൾ അടുത്ത പേജിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ്സും ഡീറ്റെയിൽസും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അഡ്രസ്സിൽ കൺട്രി എവിടെയാണെന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രസൻറ്റ് അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. നിങ്ങളിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് ആ അഡ്രസ്സ് കൊടുക്കുക. പിൻകോഡ് അടിച്ചു കൊടുക്കുക. പിന്നെ കറക്റ്റായിട്ടുള്ള നമ്പർ, ഫ്ലാറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ട് നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഏത് സിറ്റിയാണെന്നുള്ളത്, നിങ്ങളുടെ ടൗൺ ഏതാണെന്ന് വെച്ചാൽ ആ ടൗൺ അടിച്ചു കൊടുക്കുക. പിന്നെ ഏത് കൺട്രിയിൽ നിന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതൊന്ന് ചെയ്ത് കൊടുത്തിട്ട് എംബസി ഏതാണോ അതും സെലക്ട് ചെയ്തിട്ട് പിന്നെ ആ ക്യാപ്ചയും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. അങ്ങനെ ആ ഒരു പേജ് കംപ്ലീറ്റ് ആയി. എല്ലാം കറക്റ്റാണോ നോക്കിയിട്ട് വേണം നെക്സ്റ്റ് അടിക്കാൻ വേണ്ടി. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് പേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ സബ്മിഷനാണ്. അപ്പോൾ ഫൈനൽ സബ്മിഷൻ ചെയ്യുന്നതിന് മുമ്പേ എല്ലാം ഒന്നും കൂടെ നോക്കുക, എല്ലാം കറക്റ്റായിട്ടാണോ, സ്പെല്ലിംഗ് കറക്റ്റാണോ എല്ലാം നോക്കിയതിന് ശേഷം നമുക്കവിടെ ഫൈനൽ സബ്മിഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺഫേം ചെയ്യാം. കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പേജ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ട്. കോപ്പികളാണ് അത്, ബർത്ത് സർട്ടിഫിക്കറ്റും പിന്നെ പാസ്പോർട്ട്, പേരൻസിൻ്റെ 2 പേരുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ഈ 3 കാര്യങ്ങൾ നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യണം. അത് മറന്നു പോകരുത്, സ്കിപ്പ് ചെയ്യാതെ പോകേണ്ട ഒരു പാർട്ടാണ്. പിന്നെ ആ മുകളിൽ കാണുന്ന നമ്മുടെ റെഫറൻസ് നമ്പർ നോട്ട് ചെയ്ത് വയ്ക്കുക, നമുക്കത് ഫ്യൂച്ചറിൽ ആവശ്യം വരും. അപ്പം ഇത്രയേ ഉള്ളൂ. ബർത്ത് രജിസ്ട്രേഷൻ്റെ നമ്മുടെ അങ്ങനെ കംപ്ലീറ്റ് ആയി, അത്രയേ ഉള്ളൂ. ഇതായിട്ട് പാസ്പോർട്ട് എങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കാം. പാസ്പോർട്ടിന് നമ്മൾ പാസ്പോർട്ട് സേവ UK എന്നടിച്ചു കൊടുക്കുമ്പോഴത്തേന് നമുക്കൊരു പേജ് വരും. അതിൽ ഈ 3ാമത് കാണുന്ന സൈറ്റിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ആ പേജിൽ നിന്ന് നമ്മൾ താഴോട്ട് പോകുമ്പോൾ അതിനകത്ത് കാണാം രജിസ്റ്റർ, ട്രാക്ക് സ്റ്റാറ്റസ് അങ്ങനെയുള്ള കാണും. അതിൽ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യുക. അതിനകത്ത് നമ്മുടെ ലോഗിൻ ID, പാസ്വേഡ്, ഇത് ഞാൻ ഓൾറെഡി ചെയ്തത് കാരണമാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടി ചെയ്യുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ലോഗിൻ രജിസ്റ്റർ ചെയ്ത് കാരണമാണ് എനിക്ക് അങ്ങനെ വന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ ID-യും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ക്യാപ്ച അടിച്ചു കൊടുക്കുക. അങ്ങനെ അപ്പം ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്തതിന് ശേഷം ഇങ്ങനെയൊരു പേജ് വരുവേ. അപ്പോൾ അപ്ലൈ ഫോർ പാസ്പോർട്ട് കൊടുക്കുക. അതിനകത്തുനിന്ന് നമ്മൾ അപ്ലൈ ഫോർ പാസ്പോർട്ട്, ഇത് ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്ത കാര്യങ്ങളാണ് ആ താഴെ കിടക്കുന്നത്, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇതിൽ അപ്ലൈ ഫോർ ഓർഡിനറി പാസ്പോർട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതേ പാസ്പോർട്ട് ടൈപ്പ് എന്ന് പറഞ്ഞൊരു പേജ് വരും. അതിനകത്ത് നമ്മൾ ഫ്രഷ് പാസ്പോർട്ടാണ് കൊടുക്കുന്നത്, നോർമൽ. നിങ്ങൾക്ക് എത്ര പേജാണോ വേണ്ടത് അത് കൊടുക്കുക. 36 പേജാണ് ഞാൻ കൊടുത്തത്. അപ്പം 36 പേജ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് പേജ് വരുന്നത് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കാനാണ്. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ കുഞ്ഞിൻ്റെ സർനെയിമിനകത്ത് ഇഹാൻ അലക്സ് സിജോ എന്നാണ് ഫുൾ നെയിം. അപ്പം അതിൽ ഞാൻ മിഡിൽ നെയിം ചേർക്കാൻ മറന്നുപോയി, സർനെയിം മാത്രം ആഡ് ചെയ്ത് വിട്ടു. പിന്നെ ഞാൻ ഒന്നുകൂടെ അപ്ലൈ ചെയ്യേണ്ട വന്നു. അങ്ങനെയാണ്. അപ്പോൾ അത് നിങ്ങൾ ഓർക്കാൻ, നിങ്ങൾക്ക് കുഞ്ഞിന് മിഡിൽ നെയിം ഉണ്ടെങ്കിൽ അത് ആ ഫസ്റ്റ് നെയിമിൻ്റെ ആ കോളത്തിൽ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിന് ശേഷം മെയിൽ, ജെൻഡർ ഏതാണെന്നത്, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ഏത് വില്ലേജിലാണ് പ്ലേസ് അത് അടിച്ചു കൊടുക്കുക. അത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലുണ്ട്, അത് നോക്കി അടിച്ചു കൊടുക്കുക. അതിന് ശേഷം പ്ലേസ് ഓഫ് ബർത്ത് ഔട്ട് ഓഫ് ഇന്ത്യ ചോദിക്കുന്നുണ്ട്.
ഔട്ട് ഓഫ് ഇന്ത്യ ആണ്, അതുകൊണ്ട് എസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് ഏത് കൺട്രി ഏത് റീജിയനാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏത് യുണൈറ്റഡ് കിങ്ഡം അടിച്ചു കൊടുക്കുക. അതിനുശേഷം മാരിറ്റൽ സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ. അപ്പോൾ അതിനകത്ത് സിംഗിൾ കൊടുത്താൽ മതി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. കാരണം സിംഗിൾ കൊടുക്കാനേ പറ്റുള്ളൂ അതിനകത്ത്. പിന്നെ അതിനകത്ത് ചോദിക്കുന്ന സിറ്റിസൺഷിപ്പ് ബൈ ഡിസെൻ്റ് ആണ്. അതിന് ശേഷം വരുന്നത് എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് അതേഴ്സ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് 7 or less അത് കൊടുത്താൽ മതി. അതിനുശേഷം ആരെങ്കിലും ഗവൺമെൻറ് എംപ്ലോയീസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, അത് നോ കൊടുക്കുക. അങ്ങനെ അതിനുശേഷം നമ്മൾ താഴോട്ട് പോകുമ്പം അവിടെ വിസിബിൾ ഡിസ്റ്റിങ്വിഷിങ് മാർക്ക് ചോദിക്കുന്നുണ്ട്. അതിൽ എന്നെ കൊടുക്കുക, നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക. ആധാർ കാർഡ് ചോദിക്കുന്നുണ്ട്. കുഞ്ഞിന് ആധാർ കാർഡ് ഇല്ലാത്ത കേസിൽ താഴെ നോ കൊടുക്കുക, നെക്സ്റ്റ് പേജിലോട്ട് പോവുക. അത്രേ ഉള്ളൂ. ഉണ്ടെങ്കിൽ ആധാർ കാർഡിന് നമ്പർ ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത പേജ് വരുന്നത് ഫാദറിൻ്റെ പേര്, സർനെയിം, അതുപോലെ തന്നെ താഴെ മദറിൻ്റെ പേര്, സർനെയിം. ലീഗൽ ഗാർഡിയൻസ് ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ വിട്ടേക്കുക. അതിനുശേഷം താഴോട്ട് പോകുമ്പം ഫാദറിൻ്റെ പാസ്പോർട്ട് നമ്പർ ചോദിക്കുന്നുണ്ട്, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫാദറിൻ്റെ നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കുക. അതുപോലെ തന്നെ മദറിൻ്റെയും ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. ആ പേജിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത പേജിൽ നമ്മൾ ഇത് കൊടുക്കേണ്ടത് നമ്മുടെ കുഞ്ഞിൻ്റെ പാസ്പോർട്ടിൽ അഡ്രസ്സ് ഏതാണോ പ്രിൻ്റ് ചെയ്ത് വരേണ്ടത്, അതായത് നിങ്ങളുടെ നാട്ടിലത്തെ അഡ്രസ്സ്, അതാണ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അവിടുത്തെ നമ്മുടെ വീട്ടുപേര്, പോലീസ് സ്റ്റേഷൻ, ഇമെയിൽ ID, പിന്നെ വീട്ടുപേര്, വീട്ടു നമ്പർ, അങ്ങനെയുള്ള അടിച്ചു കൊടുക്കാം. അതർ അഡ്രസ്സിനകത്ത് അതിപ്പോൾ ഇവിടെ UK ആ UK അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജ് വരുന്നത് അതർ അഡ്രസ് ഡീറ്റെയിൽസ്. അത് ഞാൻ കൊടുത്തത് എൻ്റെ ഇവിടുത്തെ കറണ്ട് അഡ്രസ്സാണ് ഞാനിവിടെ കൊടുത്തത്. അപ്പം അതെല്ലാം വീട്ട് പേര്, അഡ്രസ് ലൈൻ, അത് പിന്നെ സ്ട്രീറ്റ്, ഏത് റീജിയൻ ഓഫ് കൺട്രി, പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടിച്ചു കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജ് അടിക്കുമ്പോൾ നമുക്ക് എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് ചോദിച്ചേക്കുന്നത്. അവിടെ നമ്മുടെ പേരും മൊബൈൽ നമ്പരും ഇമെയിൽ ID ടെലിഫോൺ നമ്പറും കൊടുത്ത് നെക്സ്റ്റ് അടിച്ച് പോവുക, അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത പേജ് വരുന്നത് ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള കുറച്ച് yes or no ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ചോദിച്ചേക്കുന്നത്. അപ്പം അതിനനുസരിച്ച് അത് വായിച്ചിട്ട് കറക്റ്റായിട്ട് ആൻസേഴ്സ് കൊടുക്കുക. മോസ്റ്റ്ലി എല്ലാം നോ ആണ് വരുന്നത്. ഇപ്പോൾ എസ് ഉണ്ടെങ്കിൽ അതിനായിട്ടുള്ള കറക്റ്റ് റീസൺസ് കൊടുക്കുക. ഇവിടെയും അങ്ങനെ അതർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഇവർ കുറേ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് എന്തെങ്കിലും കേസ് കാര്യങ്ങളിവിടെ ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും കോർട്ട് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയാണ് ഇവർ ചോദിച്ചേക്കുന്നത്. ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് അടിച്ച് പോവുക. പിന്നെ എല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് അടിക്കുമ്പോൾ നമുക്കിതാ ഇങ്ങനെ ഒരു ഫോമാണ്. ഈ ഫോമാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇതെല്ലാം കറക്റ്റാണോ, സ്പെല്ലിങ് കറക്റ്റാണോ, എല്ലാം കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് മാത്രമേ പ്രിൻ്റ് ചെയ്യാവൂ. എന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ചെയ്ത പോലെ തന്നെ ഒന്നുകൂടെ ആദ്യം മുതൽ ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പം അതൊഴിവാക്കാതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് എല്ലാം കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവസാനം ഇങ്ങനെ ഒരു ഐ അഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് പ്ലേസും ഡേറ്റും കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ആപ്ലിക്കേഷൻ അങ്ങനെ കംപ്ലീറ്റ് ആയി. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് നമുക്ക് പ്രിൻ്റുകൾ കൊണ്ടുപോകണം. അതിനായിട്ട് ഇവർ കാണിക്കുന്ന നമുക്ക് ചെക്ക് ലിസ്റ്റാണിത്. ഈ ചെക്ക് ലിസ്റ്റ് അവർ പറയുന്നത് നമ്മുടെ അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ ലെറ്റർ ഉണ്ട്, അത് കൊണ്ടുപോകണം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം, 2 റീസെൻറ്റ് ഫോട്ടോഗ്രാഫ്സ് വേണം, അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം. പിന്നെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പേജ് പാസ്പോർട്ട് കോപ്പി വേണം, പേരൻസിന് 2 പേരുടെയും. പിന്നെ വിസയുടെ കോപ്പിയും വേണം. പിന്നെ ബയോമെട്രിക് കാർഡ്, നമ്മുടെ BRP കാർഡിൻ്റെ കോപ്പി വേണം. പിന്നെ നമ്മുടെ ഏതെങ്കിലും യൂട്ടിലിറ്റി ബില്ല്, നമ്മുടെ കറണ്ട് അഡ്രസ്സ് പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു
ബില്ല്. പിന്നെ അതിനകത്ത് പറയുന്നത് നമ്മളുടെ ഇവിടെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന അനക്സ് ഡിയും ഇയും ആ ഫോം ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അത് പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് പോകണം. ഇതിൽ കാണിച്ചിരിക്കുന്ന VFS ഡിക്ലറേഷൻ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഫോം നമുക്ക് കിട്ടും. അതും പ്രിൻ്റ് എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോകാൻ മറക്കരുത്. പിന്നെ ഈ ചെക്ക് ലിസ്റ്റ് തന്നെ നമ്മൾ ക്രോമിൽ അടിച്ചു കൊടുക്കുമ്പം നമുക്കത് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എന്നാലാവുന്നത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. പിന്നീട് ഈ കോപ്പി എല്ലാം 2 വീതം വെച്ച് എടുക്കുക. പിന്നെ നമുക്ക് ഈ സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.